എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. മുത്തശ്ശിയുടെ പിറന്നാളായിരിക്കും. അതിനായിട്ട് ശ്രുതിക്കൊരു അടിപൊളി ചുരിദാർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും അശ്വിൻ. ശ്രുതി ഓഫീസിൽ നിന്ന് തിരികെ എത്തുന്ന സമയത്ത് ബെഡിൽ ആ ചുരിദാർ വെച്ചിരിക്കും. അങ്ങനെ ശ്രുതി വന്ന് കാണുന്നതും ചോദിക്കുന്നുണ്ട്, അല്ല അശ്വിൻ സാർ എന്താ ഇവിടെ ചുരിദാർ വെച്ചിരിക്കുന്നേ? ഇനി ഞാനെന്തെങ്കിലും മിനുക്ക് പണി ഇതിൽ ചെയ്യണോ? അതിനാണോ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നേ? അത് നിനക്കുള്ളതാ, എനിക്കുള്ളതോ? എനിക്കാണോ അശ്വിൻ സാർ ഈ ചുരിദാർ വാങ്ങിച്ചേ? അതെ, ഇത് തനിക്കുള്ള ചുരിദാറാ. അല്ല, കാക്ക എങ്ങാനും മലർന്ന് പറക്കുന്നുണ്ടോ? എനിക്ക് ഒരു ചുരിദാറോ എന്തെങ്കിലും സാധനമൊന്നും അശ്വിൻ സാറ് വാങ്ങിത്തരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ദേ, നീ വെറുതെ കളിയാക്കണ്ട. ഇത് ഞാനേ നിനക്കായിട്ട് ഇഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്തതാ. നീ ഇതൊന്ന് ഇട്ടു നോക്ക്, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഇത് ഞാനിടാനോ? ഒരിക്കലുമില്ല. എനിക്കെന്തായാലും അശ്വിൻ സാറിൻ്റെ ഈ ചുരിദാർ വേണ്ട. ശ്രുതി, നാളെ മുത്തശ്ശിയുടെ പിറന്നാളാ. അതിനായിട്ട് ഞാൻ നിനക്ക് കൊണ്ടുവന്നതല്ലേ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് ചുരിദാർ വേണ്ട എന്ന് എനിക്കറിയാം. നാളെ എന്തിടണമെന്ന്. അശ്വിൻ സാറ് ഈ ചുരിദാർ കൊണ്ടുതന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്നും പറഞ്ഞ് ശ്രുതി കിടക്കുക. ഇവളെന്താ ഇങ്ങനെ? ഞാൻ എത്ര സന്തോഷത്തോടു കൂടിയാ ഇതിങ്ങോട്ട് കൊണ്ടുവന്നത്, എന്നിട്ട് അതിടില്ലാന്ന്. അങ്ങനെ അവിടെ ഇരിക്കുന്ന ചെറിയൊരു ചെടിച്ചട്ടി എടുത്ത് എറിയാനായിട്ട് നോക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്രുതി കണ്ണു തുറക്കുന്നുണ്ട്. ആഹാ, അപ്പൊ ഈ ഡ്രസ്സ് ഇടില്ലാന്ന് പറഞ്ഞേന് നിങ്ങൾ എന്നെ എറിഞ്ഞ് തലപൊട്ടിക്കാൻ നോക്കുകയാണ് അല്ലേ? അയ്യോ, ഞാന് ചുമ്മാ ദേഷ്യത്തില്. അതെ അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാ ഒരു കാര്യം കേട്ടോ, ഇത് ഞാനേ ഇടണമെന്നാ കരുതിയത്. എന്നാലേ ഇനി ഞാൻ തീരെ ഇടില്ല. അന്ന് നീ സെലക്ട് ചെയ്ത് വെച്ച ഒരു ഷർട്ട് ഞാൻ ഇട്ടില്ലേ? അന്ന് നീ എന്തൊക്കെയാ പറഞ്ഞേ? എൻ്റെ അമ്മ സ്വപ്നത്തിൽ വന്നിട്ട് നിന്റെ അടുത്ത് പറഞ്ഞു എന്നൊക്കെ. എന്തിന് ഞാൻ ആ ഷർട്ട് ഇട്ട് വന്നില്ലേ? അതുപോലെ നീയും ഇതിട്. അത് വേറെ, ഇത് വേറെ. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ എന്തായാലും ഈ ഡ്രസ്സ് ഇടില്ല. സത്യമായിട്ടും കൃഷ്ണനാണ് സത്യം. നീ പ്രാർത്ഥിക്കുന്ന ഈ കൃഷ്ണനാ സത്യം. നാളെ നീ ഈ ഡ്രസ്സ് ഇട്ടിരിക്കും. ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട്, എന്തിനാ നിന്നെ കൃഷ്ണനെ പിടിച്ച് സത്യമൊക്കെ ഇടുന്നേ? അങ്ങനെ ശ്രുതി ദേഷ്യപ്പെട്ടുകൊണ്ട് കിടക്കുന്നുണ്ട്. ശ്രുതി എന്തായാലും ആ ഡ്രസ്സ് ഇടില്ല എന്ന് വാശിയിൽ തന്നെയായിരിക്കും. അശ്വിനാണെങ്കിൽ ആ ഡ്രസ്സിൽ ശ്രുതിയെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരിക്കും. അങ്ങനെ മനോരമ ആട്ടും തുപ്പും ഒക്കെ കേട്ട് അവിടെ അനിയത്തിയുടെ വീട്ടില്, സ്വന്തം വീട്ടിലല്ലാട്ടോ, അനിയത്തിയുടെ വീട്ടിൽ പോയി താമസിക്കുകയാണ്. അവിടെ കറിക്കരിയാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സഹായിക്കണം. അതൊന്നും മനോരമയ്ക്ക് പറ്റില്ലല്ലോ. അങ്ങനെ അനിയത്തിയോട് പറയുന്നുണ്ട്, എടി നീ എനിക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ട് തരുമോ? അത് പിന്നെ ചേച്ചി, അമ്മ അറിഞ്ഞാൽ അത് പ്രശ്നമാവും. അമ്മ പാല് അളന്ന് വെച്ചിട്ടാ പോയിരിക്കുന്നേ. അത് കുറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ? അതൊന്നും അറിയില്ല. നീ പോയിട്ട് കുറച്ച് ചായ ഇട്ട് വാ, ബാക്കി വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. അത് നടക്കില്ല ചേച്ചി, എനിക്ക് പേടിയാ. ഓ, നിന്റെ ഒരു കാര്യം. അപ്പോഴേക്കും അവരുടെ അമ്മായിമ്മ വരുന്നുണ്ട്. ഇതേ തോരൻ വെക്കാനാണ് അറിയേണ്ടത്. നീ ഇതെന്തിനാ ഇത്ര വലിയ വലിയ കഷ്ണങ്ങളാക്കി എരിയുന്നേ? കുറച്ച് ചെറുതാക്കി അരിയ്. എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. നിനക്ക് എന്തറിയാന്നാ? അല്ല, ഇത്രയൊന്നും എടുക്കണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. കുറച്ചെടുത്താൽ മതി. എൻ്റെ മകൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാ. അത് ഇവൾക്ക് ഇരുന്ന് കഴിക്കാനുള്ളതൊന്നുമല്ല. അത് പിന്നെ അമ്മേ, അവിടെ നല്ല നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ചേച്ചി ജീവിച്ചിരുന്നതല്ലേ. അപ്പം അതുകൊണ്ട് ചേച്ചിക്ക് നല്ലതെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവൾ അവിടെ നല്ല രീതിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവളുടെ തന്തയുടെ വക സ്വത്തുമായിട്ട് പോയിട്ടൊന്നുമല്ല സുഖമായിട്ട് അവിടെ കഴിഞ്ഞിരുന്നേ. അവരുടെ സമ്പത്തും അവരുടെ പണം കൊണ്ടാ ഇവൾ അവിടെ അങ്ങനെ സുഖിച്ച് കഴിഞ്ഞിരുന്നേ. അങ്ങനെയുള്ളവരെയാ ഇവൾ ദ്രോഹിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. അതുകൊണ്ട് ഇത്രയൊക്കെ സുഖിച്ച് നീ ഇവിടെ കഴിഞ്ഞാൽ മതി. നീ മര്യാദയ്ക്ക് അത് ഉള്ളു കൊണ്ടുപോയി അരിയ്. അങ്ങനെ അടുക്കളയിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. മനോരമ ആകെ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അമ്മായിയമ്മ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം. അവൾ ഇവിടുത്തെ വെറും വേലക്കാരത്തിൻ്റെ സ്ഥാനം മാത്രം കൊടുത്താൽ മതി. കൂടുതലായിട്ട് രാജകുമാരിയായിട്ട് വാഴിക്കാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറയുന്നത് മനോരമ കേൾക്കുക. ആകെ സങ്കടത്തിലാ മനോരമ നിൽക്കുന്നത്. പിന്നീടായിട്ട് പിറന്നാൾ ദിവസമായിരിക്കും. അതിഗംഭീരമായിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പിറന്നാൾ ആഘോഷിക്കുകയാണ്. ശ്രുതിയുടെ വീട്ടിൽ നിന്നും ബന്ധുക്കളും എല്ലാവരും വീട്ടിലോട്ട് വരുന്നു. ആകാശ് ഇങ്ങനെ കേക്കെല്ലാം കൊണ്ടുവയ്ക്കുന്നുണ്ട്. എന്നാൽ അശ്വിൻ അന്വേഷിക്കുന്നത് ശ്രുതിയായിരിക്കും. ശ്രുതി റൂമിലും ഉണ്ടായിരിക്കില്ല, ഹാളിലും ഉണ്ടായിരിക്കില്ല. അങ്ങനെ ആകാശ് ചോദിക്കുന്നുണ്ട് അശ്വിൻ്റെ അടുത്ത്, ഏട്ടാ ശ്രുതിയെ കണ്ടില്ലല്ലോ, അവൾ എവിടെയാ? പ്രീതി പറയുന്നുണ്ട്, മുത്തശ്ശിയെ ഒരുക്കാനായിട്ട് റൂമിലോട്ട് പോയതാ. രണ്ടുപേരും ഒരുമിച്ച് ഒരുങ്ങി വരും എന്ന് പ്രീതി പറയുന്നു. അങ്ങനെ അഞ്ജലി പറയുന്നുണ്ട്, എന്നാലേ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന്. അഞ്ജലി അങ്ങനെ റൂമിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് മുൻപേ അശ്വിന് വലിയ ടെൻഷനായിരിക്കും. ഇവളെന്തായാലും കൊള്ളാം, റൂമിലാണെങ്കിൽ ആ ഡ്രസ്സ് ഇടേണ്ടി വരുമെന്ന് കരുതിയിട്ട് എന്നെ കാണാതെ അവിടുന്ന് മുങ്ങിയതാ. ഇനി ഞാൻ സെലക്ട് ചെയ്ത ആ ഡ്രസ്സ് അവൾ ഇടില്ലേ
എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ആകെ കൂടെ വെപ്രാളത്തിലായിരിക്കും അശ്വിൻ നിൽക്കുന്നത്. അങ്ങനെ റൂം തുറക്കുന്നു. ആദ്യം ഇറങ്ങി വരുന്നത് ആരാ? നമ്മുടെ ശ്രുതി ഇറങ്ങി വരുമ്പോൾ ശ്രുതിയെ തന്നെ എല്ലാവരും നോക്കുന്നുണ്ട്. അത്രയ്ക്കും സുന്ദരിയായിട്ടാണ് ശ്രുതി വരുന്നത്. പ്രത്യേകിച്ച് ആ ഡ്രസ്സിന്റെ ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ടായിരിക്കും. എല്ലാവരും ശ്രുതിയെ നോക്കുന്നു. കൂട്ടത്തില് അശ്വിനാണ് കുറച്ച് കൂടുതൽ നേരം ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുന്നത്. എന്നാ ശ്യാമിനും ശ്രുതിയെ കണ്ട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുവാണ്. എന്നാ അശ്വിന്റെ നോട്ടം കാണുമ്പോൾ ശ്യാമിനത് അത്രയ്ക്ക് അങ്ങ് ദഹിക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ മുത്തശ്ശിയുടെ കൈയും പിടിച്ച് ശ്രുതിയും അഞ്ജലിയും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാലും ശ്രുതിയുടെ മുഖത്തോട്ട് തന്നെയായിരിക്കും അശ്വിന്റെ ശ്രദ്ധ. ശ്രുതി എടുത്തു വന്ന് നിൽക്കുമ്പോഴും കമ്മലും ചുണ്ടും പുരികവും ഒക്കെ ഇങ്ങനെ നോക്കുക. ഏതോ മായലോകത്തായിരിക്കും അശ്വിൻ. അങ്ങനെ ശ്രുതി അശ്വിന്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഇവിടെയൊന്നും അല്ല ആള്. ദേ കടലമിഠായി, എന്തായി നോക്കുന്നേ? ഞാനേ ഈ ഡ്രസ്സ് ഇട്ടതേ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല, പിന്നെ പാവല്ലേ പോട്ടെ എന്ന് കരുതിയിട്ടാ. പിന്നൊരു സങ്കടം വേണ്ടാന്ന് കരുതി, അതുകൊണ്ട് ഇട്ടതാ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അടിപൊളിയായിട്ടുണ്ട് എന്ന് അശ്വിൻ പറയുന്നു. ഇത് കേട്ട് ശ്യാം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ശ്രുതി, നിന്നെ ഈ വേഷത്തിൽ ഒരുപാട് ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ അവൻ്റെ അടുത്തെന്തിനാ നീ ഇങ്ങനെ പോയി നിൽക്കുന്നേ? അവനോട് എന്തിനാ നീ സംസാരിക്കുന്നേ? നീ എൻ്റേത് മാത്ര. ശ്യാമേട്ടാ, ശ്രുതിയുടെ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടല്ലേ? അശ്വിൻ വാങ്ങിച്ചു കൊടുത്താന്നാ പറഞ്ഞത്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അതെ അതെ, ശ്രുതിയുടെ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യയുടെ സാരിയാ അതിലും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നേ. നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് അഞ്ജലി ഒന്ന് സുഖിപ്പിക്കുന്നുണ്ട്. എന്നാ മനസ്സിൽ നിറയെ വിഷമായിരിക്കും. പിന്നീട് അങ്ങനെ പ്രീതിയാണ് കാണിക്കുന്നത്. പ്രീതി അടുക്കളയിൽ കേക്ക് കഴിക്കാനായിട്ട് സ്പൂണും പാത്രം എടുക്കാനായിട്ട് പോവുമായിരിക്കും. അപ്പോഴായിരിക്കും ആകാശ് ചെല്ലുന്നത്. ആകാശ് പറയുന്നുണ്ട്, പ്രീതി, നിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്. നിന്റെ ഈ സാരി ഉണ്ടല്ലോ, അതിൻ്റെ കളറ് നിനക്ക് നല്ല പോലെ ചേരുന്നുണ്ട്. ഇതേ കളറിൽ വേറെ മോഡലിൽ ഞാനൊരു 10 സാരി നിനക്ക് വാങ്ങിത്തരുന്നുണ്ട്. അങ്ങനെ പ്രീതി ഇങ്ങനെ ചിരിക്കുക. വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും റൊമാൻസിന് ആകാശിന് ഒരു കുറവുമില്ല. പിന്നെ റൊമാൻസ് ഇല്ലാതിരിക്കോ? വീട്ടിലെ പ്രശ്നങ്ങൾ വേറെ, എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് വേറെ. ഞാൻ രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത്. പിന്നെ ആകെ കൂടെ ഒരു ജീവിതമേ ഉള്ളൂ. അത് നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതല്ലേ ഏറ്റവും നല്ലത്. ആകാശേ, എന്നാലും മുത്തശ്ശിയുടെ മുഖത്തെ സങ്കടം നീ കണ്ടില്ലേ? അതെന്താണെന്നറിയോ? അമ്മ ഇവിടെ ഇല്ലാത്ത കാരണ. ആകാശിൻ്റെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ മുതൽ മുത്തശ്ശിക്ക് വലിയ സങ്കടമാണ്. അമ്മയെ തിരികെ കൊണ്ടുവരായിരുന്നു. ഞാൻ കൂടെ കാരണമല്ലേ അമ്മ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നത്. അതോർക്കുമ്പോൾ എനിക്കെന്തോ സങ്കടം തോന്നുന്നുണ്ട്. നീ അതൊന്നും ഓർത്ത് വിഷമിക്കാൻ നിൽക്കണ്ട. അമ്മ ചെയ്ത തെറ്റ് അത് അച്ഛൻ പോലും അംഗീകരിക്കുന്നില്ല. പിന്നെ എന്തിനാ? അച്ഛൻ്റെ മനസ്സ് മാറി അച്ഛൻ വിളിക്കുമെങ്കിൽ വിളിക്കട്ടെ, അല്ലാതെ ഞാൻ അമ്മയെ വിളിക്കാനൊന്നും പോവില്ല എന്ന് ആകാശ് പറയുന്നു. അപ്പോഴേക്കും പ്രീതിയും ആകാശം സംസാരിക്കുന്നത് കണ്ട് ശ്രുതി വിളിക്കുന്നുണ്ട്. എന്താ അവിടെ കാണിക്കുന്നേ? കേക്കൊന്നും മുറിക്കണ്ടേ എന്നും പറഞ്ഞ് ശ്രുതി വിളിക്കുക. എല്ലാവരും ചെന്ന് കേക്കൊക്കെ മുറിക്കുന്നു. അങ്ങനെ പരസ്പരം കേക്ക് കൊടുത്ത് ആശംസകൾ അറിയിക്കുന്നുണ്ട്. പിന്നീടായിട്ട് സമ്മാനങ്ങളും തരുന്നു. മുത്തശ്ശിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണില്ല കേട്ടോ. കാരണം മനോരമ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇവിടെ ഇല്ലാത്ത കാരണം. എന്തൊക്കെ പറഞ്ഞാലും മരുമകള് തന്നെയല്ലേ, എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ സങ്കടത്തിലായിരിക്കും. പിന്നീടായിട്ട് കാണിക്കുന്നത് മനോരമ രാത്രി വീടിന് വെളിയിൽ വന്ന് നിൽക്കുക. ആരും കാണാതെ ഒരു കവറിൽ അവിടെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളെല്ലാം കൊണ്ടു കൊടുക്കുന്നുണ്ട് മനോരമയുടെ കയ്യിൽ. മനോരമ ചോദിക്കുന്നുണ്ട്, ശ്യാമേ, ഞാൻ നിന്റെ അടുത്ത് ഇതല്ല പറഞ്ഞത്. എനിക്ക് കുറച്ച് പൈസയാണ് വേണ്ടത്. ആൻറ്റി, എനിക്ക് അവിടുന്ന് പൈസയൊന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ പുറകെ തന്നെയുണ്ട് അഞ്ജലി. ഇപ്പം ആൻറ്റി ഈ ഭക്ഷണം കഴിക്കുക. ഇതിൽ ബിരിയാണിയും മട്ടനും മീനും എല്ലാ വകയുണ്ട്. ആരും കാണാതെ ഞാൻ ആൻറ്റിക്കായിട്ട് എടുത്തു വന്നതാ. ഇത് തന്നെ എല്ലാവരെയും കണ്ണ് വെട്ടിച്ചാ ഞാൻ കൊണ്ടുവന്നത്. ആൻറ്റി ഈ ഭക്ഷണം കഴിക്കുക. അവിടെ ഭക്ഷണമൊന്നും ഇല്ലയെന്നൊക്കെ ആൻറ്റി പറഞ്ഞിരുന്നല്ലോ. അതോർത്തപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. ആൻറ്റി ഇത് കഴിക്കുക. ഞാനെന്തായാലും ആൻറ്റിക്ക് നാളെ തന്നെ പൈസ സംഘടിപ്പിച്ച് കൊണ്ടുതരാം. എടാ, എനിക്ക് വയ്യ ഇങ്ങനെ അവിടെ ജീവിക്കാൻ. ഈ കഴുത്ത് കിടക്കുന്നതും കമ്മലൊക്കെ വിറ്റ് എവിടേക്കെങ്കിലും നാട് വിട്ട് പോയാൽ മതിയെന്നാ ഞാൻ കരുതുന്നത്. ആൻറ്റി അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഉറപ്പായിട്ടും ആൻറ്റിയെ തിരികെ വിളിക്കും. എടാ, എന്നാൽ നിൻ്റെ കൂടെ ഞാൻ അങ്ങോട്ട് വന്നാലോ? അവരുടെ കാലിൽ ഞാൻ വീഴാം. എങ്ങനെയെങ്കിലും എന്നെ വീട്ടിലോട്ട് കയറ്റാനായിട്ട് പറയാം. വേണ്ട ആൻറ്റി, ഇപ്പം എന്തായാലും അങ്ങോട്ട് വരണ്ട. അങ്ങനൊരു സാഹചര്യമല്ല ഇപ്പം അവിടെ. ആൻറ്റിയുടെ ഭർത്താവേ ഭയങ്കര കലിപ്പില്ല. അതുകൊണ്ട് ഇപ്പം ആൻറ്റി അങ്ങോട്ട് വരണ്ട. ആൻറ്റിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. ആൻറ്റി സങ്കടപ്പെടാതെ പോ. അങ്ങനെ മനോരമയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥയിലായിരിക്കും മനോരമ. ഇന്നേ വരെ നമ്മൾ കണ്ട മനോരമയല്ല ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത്. ഉറപ്പായിട്ടും മനോരമ ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും കാണാം. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.